ടി കെ നായർ സാറുണ്ട്. ടി കെ നായർ സാർ, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ വിഹിതം നൽകുകയും എന്നാൽ ചൈനയോട് വിധേയത്വം കാണിക്കുന്ന ഒരു സംഘടനയെന്ന് മനസ്സിലാക്കി ഇതൊരു പാഴ്ചെലവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ഒരു തീരുമാനമെടുക്കുകയും ഈ ആഗോള കാലാവസ്ഥാ ഭീഷണിയെ നേരിടാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ പ്രയത്നിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏത് ദേശസ്നേഹത്തിൻ്റെ പേരിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ടി കെ നായർ സർ. പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യ 4 വർഷത്തെ ഭരണകാലത്തും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ WHO അമേരിക്കയുടെ നിലനിൽപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ലോക രാഷ്ട്രങ്ങളുടെ വളരെ കാലത്തെ പരിശ്രമ ഫലമായി പാരീസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ്. ലോകം ഏറ്റവും ഭയാനകമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. അതിന് ഏറ്റവും ചുരുങ്ങിയ രീതിയിലെങ്കിലും തടയുന്നതിന് അല്ലെങ്കിൽ അതിന് ഒരു വിരാമം ഇടുന്നതിന് അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ വളരെ വളരെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് പാരീസ് ഉടമ്പടിയിലൂടെ നമ്മൾ കണ്ടത്. ആ പാരീസ് ഉടമ്പടിയെ ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യ 4 വർഷത്തെ ഭരണകാലത്ത് തന്നെ പരിപൂർണമായി നിരാകരിച്ചു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, അദ്ദേഹം WHO നിന്നും പിന്മാറി. അതും പുതിയ കാര്യമല്ല. അദ്ദേഹം WHO നിന്നും പിന്മാറി. അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണം ഈ ചൈനയുമായിട്ട് കൂടുതൽ അടുപ്പമാണ് WHO. അതേസമയത്ത് തന്നെ WHO കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്തെയാണ്. ഒരു 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 അമേരിക്കൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ട്രംപിൻ്റെ ഒരു 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 വശത്തു കൂടി നോക്കിയാൽ ട്രംപ് പറയുന്നത് ശരിയാണ്. കാര്യം അമേരിക്ക ഈസ് സ്പെൻഡിങ് ദി ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് മണി ഇൻ മെയിൻറ്റെയിനിങ് ദ WHO. Then WHO has got to have some concern for America. At least it should not do anything against American interests. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. ആ നിലപാടിനെ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ എന്ന് ഞാൻ പറയുന്നതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഇങ്ങനെയുള്ള ഈ നിലപാടുകൾ എല്ലാ രാജ്യങ്ങളും എടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ആയുധ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. അതുപോലെ തന്നെ പല പല ഘടകങ്ങൾ കാരണം ലോകത്തിലെ പല രാജ്യങ്ങളെ സ്വാധീനിക്കാൻ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. അത് കാരണം അമേരിക്ക ഈസ് according to Trump's understanding, quite rightly so perhaps, is slightly different on a higher level, on a higher plane. It's not just equals എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ ട്രംപ് നൽകുക. അതിന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഹീ ഈസ് എന്താ പറയുക, ട്രാൻസാക്ഷനിസ്റ്റ്. ഹീ ഈസ് എ മാൻ ഹു ബിലീവ്സ് ഇൻ ബാർഗെയിനിങ്. അതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇതിനു മുമ്പും പല കാലങ്ങളിലായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ള എക്സ്ട്രീമിസം ഉള്ള ഐഡിയാസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് മറ്റ് രാജ്യങ്ങളുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ സാധിക്കും. അമേരിക്കയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ്, അമേരിക്ക ഫസ്റ്റ്, ഈ 2 കാര്യങ്ങളുടെ മുകളിലാണ് ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളെയും കാണേണ്ടത്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ്, അമേരിക്ക ഫസ്റ്റ്. ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ട്രംപിൻ്റെ കീഴിൽ ഏറ്റവും അതിൻ്റെ അടിത്തറ തന്നെ ഈ 2 കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ളതിന് തെളിവുകളാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ തീരുമാനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗങ്ങളിലൂടെയും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ അമേരിക്കയിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നായർ സാർ പറഞ്ഞോളൂ. ശ്രീ വിൻസെന്റ് പല തരത്തിലുള്ള പല തരത്തിലുള്ള
സംഘർഷങ്ങളും പലതരത്തിലുള്ള എന്താ പറയുക അബറേഷൻസും നിറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക. ഒരു സംശയമില്ല. പലതരത്തിലും നമ്മൾ അമേരിക്കയെ അഭിനന്ദിക്കുന്നു, അഭിനന്ദനയിലേക്ക് പോകാനായിട്ടൊക്കെ ആളുകളൊക്കെ ലോകത്തു നിന്നും ആഗ്രഹിക്കുന്നു. അതേ സമയത്ത് തന്നെ വളരെ വളരെ എന്താ പറയുക മനുഷ്യത്വ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന രാജ്യമാണ് അമേരിക്ക. 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികൾ പിന്നെ മാരകമായ ആയുധങ്ങൾ വെച്ചിട്ട് ചുറ്റുമുള്ള കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് ഒരു തരത്തിൽ പറയാം. അതൊരു എക്സാജുറേഷനാണ്. കാര്യം അമേരിക്കയിൽ അല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ഈ സങ്കീർണ അവസ്ഥയിൽ പല കാരണങ്ങളും കൊണ്ടും പിന്നെ ബൈഡൻ്റെ ഭരണകാലത്ത് അതിന് പല 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 കാരണങ്ങളുണ്ട്. നമ്മളൊക്കെ അത് പത്രങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരുന്നതാണ്. ബൈഡൻ്റെ രണ്ടാമത്തെ പിന്നെ ടേമിനുള്ള കാര്യങ്ങൾ എങ്ങനെ അത് അവതാളത്തിലായി. അതിന് പകരമായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റേ ഒരു കാൻഡിഡേറ്റിനെ അമേരിക്കയിൽ അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന കമലാ ഹാരിസിനെ വെച്ച് ഡെമോക്രാറ്റിക് പാർട്ടി ഇലക്ഷന് പുറപ്പെട്ടത്. അതിൻ്റെ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത്, അത് നമുക്കറിയാം. പക്ഷേ ഇതിനൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലും ആണ് നമ്മൾ ഈ ട്രംപ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെ അവലോകനം ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക വാട്ട് ഈസ് മൈ ഗ്രേറ്റ് കൺസേൺ, ഒന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ ട്രംപ് എടുത്തിരിക്കുന്ന നടപടി. അത് വാസ്തവത്തിൽ ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവനും പ്രതികൂലമായ രീതിയിൽ ബാധിക്കുന്നതാണ്. രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും, അമേരിക്കക്കാർ ഉൾപ്പെടെ. ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വന്നുകൂടുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അമേരിക്കക്കാർക്കും നല്ല ബോധമുണ്ട്. അമേരിക്കയുടെ പല സ്റ്റേറ്റ്സുകളും ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഇത് ലോകമാസകലം എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാരണം അല്ല എന്ന് ഈ എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ച് ഡിനായൽ ആണ് ട്രംപിൻ്റെ സിദ്ധാന്തം. അതിന് അദ്ദേഹത്തോട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ പറയാൻ സാധിക്കും, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിനെ അമേരിക്കൻ ജനത സ്വീകരിച്ചു. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത്. ശരി, നമ്മളൊക്കെ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത് കാരണം തീർച്ചയായിട്ടും ട്രംപ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അദ്ദേഹം നടത്തും. അതിനെതിരായിട്ട് പിന്നെ പ്രക്ഷോഭങ്ങൾ നടത്താൻ സാധിച്ചേക്കും. പക്ഷേ ഒരു ഡെമോക്രസിയിൽ അതിനൊരു നിലയുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ വേറെ ഒരു കണ്ട കാര്യം, അതൊക്കെ അമേരിക്കയുടെ ഇനിയുള്ള ഡെവലപ്മെൻറ്റ്സിന് അല്ലെങ്കിൽ അമേരിക്കയെക്കുറിച്ച് ലോകത്തിലുള്ള ആളുകൾക്ക് മറ്റുള്ളവർക്ക് എന്ത് ധാരണയാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 1000-ലധികം ആളുകൾ അമേരിക്കൻ ഭരണകൂടത്തെ അല്ലെങ്കിൽ നിലവിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പോളിസികൾക്കും അതിനെതിരായിട്ട് പ്രവർത്തിച്ച് അതിന് ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആളുകൾ ആണ് ഇന്ന് ട്രംപിൻ്റെ പാർഡൻ അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് കൊടുത്തിരിക്കുക. ഇതൊക്കെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും അതിനുള്ള അധികാരം ഒരു പ്രസിഡന്റിനുണ്ട്.